സ്നേഹമുള്ളതുകൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു കഥയുണ്ട്. ഒരു പക്ഷിയും ഒരു മീനും തമ്മിൽ പ്രണയത്തിലായി. എല്ലാ ദിവസവും പക്ഷി പറന്നു വരും, മീനെ വെള്ളത്തിന്റെ മുകളിൽ വന്ന് അതിനെ കാണും. ഒരു ദിവസം മീൻ ചോദിച്ചു, നിനക്ക് എന്നെ ഇത്ര ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കടലിൽ വന്ന് ജീവിച്ചുകൂടെ? പക്ഷി ചിരിച്ചുകൊണ്ടിട്ട് പക്ഷി പറഞ്ഞു, ഞാൻ വെള്ളത്തിനുള്ളിൽ വന്നാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. നീ എൻ്റെ കൂടെ ആകാശത്തേക്ക് വരുമോ? മീൻ പറഞ്ഞു. അവിടെ എനിക്കും ജീവിക്കാൻ കഴിയില്ല എന്ന് മീനും. ഇവിടെ രണ്ടുപേരും സ്വാർത്ഥരല്ല, സെൽഫിഷും അല്ല. പക്ഷിക്ക് ആകാശം വേണം, മീനിന് കടൽ വേണം. രണ്ടുപേരുടെയും ആവശ്യങ്ങളും ശരിയാണ്. നമ്മുടെ റിലേഷൻഷിപ്പുകളും ചിലപ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. രണ്ടുപേർക്കും പരസ്പരം വലിയ സ്നേഹമൊക്കെ ആയിരിക്കാം. ഹൃദയത്തിൽ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ. പക്ഷെ ഒരാൾക്ക് നാട്ടിൽ സെറ്റിൽ ചെയ്യണം, മറ്റൊരാൾക്ക് വിദേശത്ത് കരിയർ ബിൽഡ് ചെയ്യണം. ഒരാൾക്ക് കുഞ്ഞുങ്ങൾ വേണം, മറ്റൊരാൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. ഇവിടെ ആരാണ് തെറ്റുകാരനെന്ന് നോക്കിയാൽ ഉത്തരം കിട്ടില്ല. കാരണം സ്നേഹവും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യവും, അതായത് കോമ്പാക്റ്റബിലിറ്റിയും രണ്ടും രണ്ടാണ്. റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ട് പഠിക്കുന്ന ഡോക്ടർ ജോൺ ഗോട്ട്മാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ബന്ധവും നിലനിൽക്കാനായിട്ട് സ്നേഹം മാത്രം പോരാ. ജീവിത ലക്ഷ്യങ്ങൾ ഒന്നിച്ചു പോകുന്ന ഷെയർഡ് മീനിങ് കൂടി വേണം. ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടുമല്ല. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാൾക്ക് സ്വന്തം ആകാശമോ മറ്റേ ആൾക്ക് സ്വന്തം കടലോ നഷ്ടപ്പെടേണ്ടി വരുന്നത് കൊണ്ടാണ്. ചില ആളുകൾ അങ്ങനെയാണ്. അവർക്ക് നമ്മുടെ ഹൃദയത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ, നമ്മുടെ ഭാവിയിലല്ല. ചില പ്രണയങ്ങൾ അവസാനിക്കുന്നത് അവർക്കിടയിൽ സ്നേഹമില്ലാത്തത് കൊണ്ടിട്ടല്ല, മറിച്ച് ഒരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ സ്വന്തം സ്വപ്നങ്ങളോ ലോകമോ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടിട്ടാണ്. അപ്പോൾ അതിൽ ആരും തെറ്റുകാരല്ല, അവർ രണ്ട് ലോകങ്ങളിലാണ് എന്ന് മാത്രം. ഹൃദയത്തോട് ചേർന്ന് നിന്നിട്ടും ഭാവിയിലേക്ക് ഒപ്പം കൂട്ടാൻ കഴിയാത്ത ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?